മുട്ടുകുത്താവോ? കണ്ണുകളടച്ച് കൈകൾ കൂപ്പി 1 മിനിറ്റ് നേരം, ഒറ്റ മിനിറ്റ് നേരം പ്രാർത്ഥിച്ച 1 മിനിറ്റ്. വേറെ ഒന്നും ചിന്ത വരരുത്, വെറും ചിന്തയും വരരുത്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുമെന്ന് നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. വലിയ അഭിഷേകമാണ്. എൻ്റെ ചെറിയ അജഗണമേ എന്നാണ് ഈശോ പറയുന്നത്. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ ശത്രുവിൻ്റെ വലകളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോയിലേക്ക് നോക്കിയാൽ മതി, ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിന്റെ പാദങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഏതൊക്കെ ശത്രുവിൻ്റെ ബന്ധനങ്ങളുണ്ടോ, വലകളുണ്ടോ, അതങ്ങ് പൊട്ടിപ്പോയിക്കോളും. നീ ഈശോയെ നോക്കിക്കോ. നീ ചവിട്ടി നിൽക്കുന്ന ജലം പാറ പോലെ ഉറക്കും. നീ ചവിട്ടി നിൽക്കുന്ന നിന്റെ കണ്ണ് ഈശോയിലേക്കാണെങ്കിൽ, നിന്റെ കണ്ണുകൾ ഈശോയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നിന്റെ പാദങ്ങൾക്ക് കീഴെ ഏത് സമുദ്രവും കരിങ്കല്ല് പോലെ ഉറക്കും. നിന്റെ പാദങ്ങൾ പതറുകയില്ല. ഇത് തന്നെയല്ലേ സങ്കീർത്തനങ്ങളിലും പറയുന്നത്? എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ പാദങ്ങളെ ശത്രുവിൻ്റെ വലകളിൽ നിന്ന് മോചിപ്പിക്കും. പത്രോസിൻ്റെ കണ്ണുകൾ ഈശോയിൽ നിന്ന് മാറിപ്പോയി. പകരം അവൻ്റെ പാദം ഇടറാൻ തുടങ്ങി, ആഴിയുടെ ആഴങ്ങളിലേക്ക് താഴാൻ തുടങ്ങി. സ്നേഹം നിറഞ്ഞവരെ, എന്നാണോ നിന്റെ കുടുംബത്തിൽ അസ്വസ്ഥത കടന്നു വരുന്നത്? എന്നാണോ നിന്റെ കുടുംബത്തിൽ ഒരു വേദന കടന്നു വരുന്നത്? എന്നാണോ നിന്റെ കുടുംബത്തിൽ ഒരു ഭിന്നത കടന്നു വരുന്നത്? കുടുംബത്തിൻ്റെ കണ്ണ് ക്രിസ്തുവിൽ നിന്നും തിരുസഭയിൽ നിന്നും മാറിപ്പോയി. യേശുവേ നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഒരുമിച്ച് കുരിശ് വരക്കാവോ? വിശുകുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ പ്രാണനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും. തൊട്ടടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുക്കാവോ? തൊട്ടടുത്തുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നിലേക്ക് കയറിയിരിക്കുന്നു, കുറച്ച് മുന്നിലേക്ക്. നല്ല അഭിഷേകമുള്ള കൂട്ടായ്മയാണ് കേട്ടോ, നല്ല കൃപയുള്ള. കൈയുയർത്തി പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് സത്യം എന്ന് ഈശോയോട് ചോദിച്ചത് ആരാണ്? ആരാണ് ചോദിച്ചത്? പീലാത്തോസ് അല്ലേ? പീലാത്തോസ്. അപ്പോൾ ഈശോ ഉത്തരം പറയുന്നുണ്ടോ അതിന്? ഇല്ല, ഈശോ മൗനം. അതുപോലെ തന്നെ പീലാത്തോസിന് അത് അറിയേണ്ട ആവശ്യമില്ല. എന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് പീലാത്തോസ് സത്യം കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈശോയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം. ഈശോ നിശബ്ദമായിരുന്നു. അതുപോലെ തന്നെ പീലാത്തോസിന് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു എന്താണ് സത്യമെന്ന്. ഇന്നത്തെ ലോകം എന്താണ് സത്യമെന്ന് യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും വചനപ്രഘോഷകരിലൂടെയും ധ്യാനകേന്ദ്രങ്ങളിലൂടെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരാരും ഉത്തരം ആഗ്രഹിക്കുന്നില്ല. ഉത്തരം കിട്ടിയാൽ എന്തു പറ്റും? ജീവിതത്തെ മാറ്റേണ്ടി വരും, ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടി വരും. അതവർക്കൊരിക്കലും പറ്റത്തില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ല, ജഡമോഹങ്ങൾ ആർക്കെതിരാണ്? ആത്മാവിനെതിരാണ്. പക്ഷെ ചോദിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു കത്തുന്ന ആഗ്രഹം ഉണ്ടാവും. എന്താകാൻ? നന്നാവണമെന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? നന്നാവണമെന്ന്. പക്ഷേ എന്താവില്ല? നന്നാവില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ CMC ധ്യാനകേന്ദ്രത്തിലാണല്ലോ അമ്മത്രസ്യാണ് നമ്മുടെ കർമ്മലിത്തക്കാരുടെ ഏറ്റവും വലുത്. അമ്മത്രസ്യ പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഡിറ്റർമിനേഷൻ. തീരുമാനിച്ചുറപ്പിച്ച
ഉറപ്പ്. അതാണ്, വെറും ഉറപ്പല്ല, തീരുമാനിച്ചുറപ്പിച്ച ഉറപ്പ്. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച ശക്തിയോടെ, കൈയടിച്ച ശക്തിയോടെ. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടോക്കിലേക്ക് കിടക്കും. കാരണം ഈശോ എന്നെ ഈ ഒരു ടോക്കിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയില്ല. അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആത്മീയതയിൽ വളരാതിരിക്കാൻ കാരണം എന്താണെന്നറിയാവാ? എന്താണെന്ന്? മുതലക്കണ്ണുനീര്. എന്താണ് മുതലക്കണ്ണുനീർ? ഭർത്താവ് ഭാര്യയോട് പറയില്ല, എടിയെ നിൻ്റെ മുതലക്കണ്ണുനീരെന്ന് നീ ഒഴുക്കണ്ട, ഞാനിത് കുറേ കണ്ടതെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാ? ഇല്ലേ? മുതലക്കണ്ണുനീരെന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ടെൻഷനൊന്നും ഇല്ലെങ്കിലും കണ്ണിന്ന് എങ്ങനെ വരും അല്ലേ? കണ്ണിന്ന് എന്ത് വരും? വെള്ളം വരും. നമ്മളിപ്പം മരിച്ച വീട്ടിൻ്റെ പടി കയറുന്നത് വരെ നമ്മൾ സംസാരിച്ചു കൊണ്ട് പോകും. എന്തൊക്കെയുണ്ടടി, സുഖമാണ്, മതി, അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ മരിച്ച വീട്ടിൽ ഡെഡ് ബോഡി കാണുമ്പോണ്ടല്ലോ എവിടെ നിന്നില്ലാത്തൊരു ദുഃഖം ഇങ്ങ് വരും. നമുക്ക് വേണേ കരയുകയും ചെയ്യും ചില അമ്മച്ചിമാർ. ഒരാവശ്യവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല, അതിനൊരു ബേസിക്കില്ല, അടിത്തറയില്ല. പക്ഷേ എന്ത് ചെയ്യും? എന്നിട്ട് അത് കഴിഞ്ഞ് കണ്ണെറിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ എന്തൊക്കെയുണ്ടടി, സുഖമാണോ എന്നിട്ട് തമാശയും പറഞ്ഞു. അതായത് അടിസ്ഥാനമില്ലാത്ത നിലവിളികൾ, അടിസ്ഥാനമില്ലാത്ത കണ്ണുനീര്, അടിസ്ഥാനമില്ലാത്ത പ്രാർത്ഥന. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കുമ്പം തന്നെ എവിടെ നിന്നില്ലാത്ത ഭക്തി വരുന്നതാണ്. ഉടൻ തന്നെ പ്രാർത്ഥിക്കുന്നതാണ്, ഈശോയെ ഉള്ളിൽ കടന്നു വരണേ, ഈശോയെ എൻ്റെ ഉള്ളിലെ മദ്യപാനം മാറ്റണമേ, ഈശോയെ എൻ്റെ പുകവലി മാറ്റണമേ, ഈശോയെ എൻ്റെ മരുമകളോടുള്ള ദേഷ്യം മാറ്റണമേ, അമ്മായി അമ്മയോടുള്ള ദേഷ്യം മാറ്റണമേ, അല്ലെ സ്വത്ത് വിഭജനത്തിൽ എന്നെ വഞ്ചിച്ച എൻ്റെ ബ്രദറിനോടുള്ള വെറുപ്പ് മാറ്റണമേ, അല്ലെങ്കിൽ പുകവലി മാറ്റണമേ, അശുദ്ധമായ ബന്ധം മാറ്റണമേ. എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം തന്നെ കീശന്ന് എന്ത് ചെയ്യും? സിഗരറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വലിക്കാൻ തുടങ്ങും. വീട്ടിലിരിക്കുന്ന മദ്യക്കുപ്പിന്ന് ഒന്ന് കൊടുത്ത് കുടിക്കും. അപ്പം അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമാണ്, ഈ മുതലക്കണ്ണുനീര് നമ്മൾ ഒഴുക്കുന്ന നിർത്തുക. കാരണം എന്നിട്ട് എന്ത് ചെയ്യണം? ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നല്ലൊരു തീരുമാനമെടുക്കുക. എന്താണ്? സ്റ്റോപ്പ്, നിർത്തി, അവിടെ തീർന്ന്. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരൊറ്റ വിളി വിളിച്ച ഈശോയെ എന്ന് വിളിച്ചേ, ശക്തിവാര ഒച്ചത്തിൽ വിളി, ഈശോയെ എന്ന് വിളിച്ചേ, നല്ലവണ്ണം വിളിക്കണം. ഈശോ എന്ന നാമം നമ്മുടെ നാവിലും തൊണ്ടയിലും ഇങ്ങനെ എപ്പോഴും നല്ല പവറായിരിക്കണം. ഈവൻ നമ്മുടെ രോഗങ്ങൾ വരെ നമ്മളിൽ നിന്ന് വിട്ടുമാറും. യേശുനാമം അതെപ്പോഴും വിളിക്കണം. ഒരു ദിവസം ഒരു 500 പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? യേശുവേ എന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾ ഒരു അച്ഛൻ ഇപ്പം പറയുന്ന ടോക്കിൽ നിങ്ങൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു 500 പ്രാവശ്യം എന്ത് ചെയ്യണം? യേശുവേ എന്ന് വിളിച്ചു നോക്കിയാൽ ഭയങ്കര മാറ്റമായിരിക്കും, ഭയങ്കര പവർഫുള്ളായിരിക്കും യേശുനാമം. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഉറപ്പിച്ച തീരുമാനം. ചിലതിനോട് നോ എന്ന് പറയുക. നിനക്കൊരിക്കലും ദൈവത്തിൻ്റെ പാനപാത്രത്തിൽ നിന്നും പിശാചിൻ്റെ പാനപാത്രത്തിൽ നിന്നും ഒരുമിച്ച് പാനം ചെയ്യാൻ സാധിക്കില്ല. ഉറപ്പാണ്. ഒരിക്കലും ദൈവ ശുശ്രൂഷയും വെറുപ്പോ പകയോ വൈരാഗ്യമോ കുറ്റപ്പെടുത്തലോ വിഭജനമോ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും തീ പിടിക്കത്തില്ല. കർമ്മല മലയിൽ സ്വീകരിക്കപ്പെടാത്ത ബലി പോലെയാകും. എന്നാൽ നമ്മുടെ ഉള്ളിലെ എല്ലാ തിന്മയും മാറ്റി സത്യദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ കൈ ഉയർത്തിയാൽ, ഏലിയ പ്രവാചകൻ കൈ ഉയർത്തിയപ്പോൾ ബലിപീഠം അടക്കം അഗ്നി കൊണ്ടുപോയതുപോലെ നിന്റെ ശുശ്രൂഷക്ക് തീ പിടിക്കാൻ തുടങ്ങും. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശരിക്കൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കുക, ശക്തിയോടെ. ഓക്കെ, ശരി. വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണല്ലോ ബന്ധനം, അല്ലേ? ബന്ധനം, വിടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്.
അപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ എൻ്റെ ധ്യാനകേന്ദ്രം എൽ കർമ്മേലോ ധ്യാനകേന്ദ്രം കുട്ടിക്കാനത്ത് ഞങ്ങൾ ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം, ദൈവസ്നേഹാനുഭവ ധ്യാനം, ഇന്നർ ഹീലിംഗ് ധ്യാനം, ഇത് 3 നടത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുപ്പിച്ച് 3-4 ധ്യാനം നടത്തുന്നത് ഡെലിവറൻസ് ധ്യാനമാണ്. ഒരുക്കിയതിന് ശേഷം ഡെലിവറൻസ്. ഈ ഡെലിവറൻസ് ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് കൗദാശിക ജീവിതത്തിലേക്ക് തിരിച്ചുവരവാണ്. കൗദാശിക ജീവിതത്തിലേക്ക് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ്, അതുതന്നെയാണ് വിടുതൽ, അതുതന്നെയാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധൻ എന്ന് പറഞ്ഞാലുള്ള ഡെഫിനിഷൻ എന്താണ് വചനത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അറിയാവാ? പറഞ്ഞ് എന്താണ്? പറഞ്ഞ് ഒച്ചത്തിൽ പറഞ്ഞ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവനെ വിശുദ്ധൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത് തന്നെ എന്താണ് അശുദ്ധി അല്ല ബന്ധനം എന്താണ്? എന്ത് കാര്യങ്ങൾ വിശുദ്ധിയില്ലാതെ ചെയ്യുന്നത്? കൊള്ളാം, ഒച്ചത്തിൽ പറഞ്ഞേ. വിശുദ്ധിയുള്ള കാര്യങ്ങൾ വിശുദ്ധിയില്ലാതെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് എന്ത് കടന്നു വരും? ബന്ധനം കടന്നു വരും. കാരണം എന്താണ്? കൂദാശകൾ, കുർബാന, കുംഭസാരം, വിവാഹമെന്ന കൂദാശ, ഇതൊക്കെ വിശുദ്ധമായി ചെയ്യേണ്ടതാണ്. ഇത് അശുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയിലേക്ക് എന്ത് കടന്നു വരുന്നത്? ബന്ധനം കടന്നു. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് ബലിയർപ്പിക്കാൻ പോയ 2 പേരാരൊക്കെയാണ്? കായനും ആബേലും. ഇവരുടെ ആരുടെ ബലി സ്വീകരിച്ചു? ആബേലിന്റെ ബലി സ്വീകരിച്ചു. ആരുടെ ബലി സ്വീകരിച്ചില്ല? കായന്റെ ബലി സ്വീകരിച്ചില്ല. ഇനി ഉത്തരം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. എന്തുകൊണ്ടാണ് ആബേലിന്റെ ബലി സ്വീകരിക്കുകയും കായന്റെ ബലി സ്വീകരിക്കാതിരുന്നതും? വിശുദ്ധ ഗ്രന്ഥമുണ്ടെങ്കിൽ ആ 3-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേ. 4:3 തൊട്ട് ആർക്കെങ്കിലും ഉണ്ടാ? അതെ, ശ്രദ്ധിച്ചു കേട്ടോ. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞിനെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. ആബേലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായനിലും അവന്റെ കാഴ്ച വസ്തുവിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഓക്കെ, ഇത്രയും മതി. ഇനി നിങ്ങൾ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ആബേൽ ആരുടെ ബലി സ്വീകരിച്ചു? ആബേലിന്റെ. ആരുടെ ബലി സ്വീകരിച്ചില്ല? കായന്റെ ബലി സ്വീകരിച്ചില്ല. അപ്പൊ ഇത് തെറ്റാണല്ലോ, പാർഷ്യാലിറ്റി അല്ലേ ആര് ചെയ്തത്? കർത്താവ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് കായന്റെ ബലി സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താണ്? ശ്രദ്ധിച്ച് കായൻ ബലി അർപ്പിച്ചത് അശുദ്ധിയോടുകൂടി. എവിടെയാ ബൈബിളിലുള്ളത്? ബൈബിളിലില്ല. അവൻ കൊടുത്ത സാധനത്തിന് മോശമൊന്നുമില്ല. ആണോ? ബൈബിളിലുള്ള വേണം. നല്ല രസമാണ്. ബൈബിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ബൈബിളിൽ തന്നെ ഇല്ലേ, ബൈബിൾ സ്പീഡിൽ വായിക്കരുതെന്ന്. ബൈബിൾ പതിയെ വായിച്ചാൽ മതി. എന്തിന് നമ്മൾ ഈ 2 വർഷം കൊണ്ടെല്ലാം വായിച്ചു തീർക്കുന്നത് എന്തിനാണ്? 2017 വായിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഇപ്പം ഞാൻ എത്തിയത് ലൂക്കായിലാണ്. ലൂക്കാസ് വിശേഷം വായിച്ചു കഴിയുന്നു, തിരിച്ചു പോന്ന്, പിന്നെയും വായിക്കുന്നു, തിരിച്ചു പോന്ന്. വചനം വായിക്കുമ്പോൾ കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. വചനം വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുക, പെറുക്കി വായിക്കണം, എങ്കിലേ വചനം മനസ്സിലാകൂ. നമ്മളീ വേറെ വർത്താനമൊന്നും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഞാനിപ്പം വായിച്ചതിൽ തന്നെ ഉത്തരവുണ്ട്. അതെന്താണെന്നറിയാവാ? പെറുക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി പറയാം. ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു.
ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പ്രസാദിക്കാതിരിക്കാൻ കാരണം? കൊഴുപ്പുള്ള ഭാഗം കൊടുത്തില്ല. കൊഴുപ്പുള്ള ഭാഗങ്ങൾ വേണമെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? കൊഴുപ്പുള്ള ഭാഗമാണ് ആബേൽ കൊടുത്തത്. നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷനാണ് ചില ചോദ്യം. നമ്മൾ ഈ കൊഴുപ്പുള്ള ഭാഗങ്ങൾ കർത്താവിന് വേണമെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. പക്ഷെ അത് എവിടെയാ പറഞ്ഞേക്കുന്നത്? കൊടുക്കണം. കൊഴുപ്പുള്ള എന്നുള്ള വാക്കില്ലേ, അത് നമ്മൾ എവിടെയായിരിക്കും കിട്ടിയേക്കുന്നത്? എവിടെയായിരിക്കും? ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെ. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എവിടെയാണ്? ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെയാണ് എങ്ങനെയാണ് ബലി അർപ്പിക്കേണ്ടത് എന്നുള്ളത്. ഇല്ലേ? 2020 നിങ്ങൾ മാസ്ക് ധരിക്കണോ വേണ്ടയോ? ധരിക്കണോ? എന്താണിത് നിങ്ങൾ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നത്? ആദ്യമായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ കാണുന്നത്, കറുത്തത്. ഇവനിനി അച്ഛൻ തന്നെയാണോ എന്നാണ് സംശയം. 2020 മാസ്ക് ധരിക്കണോ? മാസ്ക് ധരിക്കണോ? 2020 ധരിക്കണ്ടേ? കൊറോണ ആയിരുന്നില്ലേ? ധരിക്കണ്ടേ? ധരിക്കണം. 2010 ധരിക്കണമായിരുന്നോ? വേണ്ട. ഉൽപ്പത്തി പുസ്തകത്തിൽ കൊഴുപ്പുള്ള ഭാഗം കൊടുക്കണമായിരുന്നോ? ലേവ്യരുടെ പുസ്തകത്തിലല്ലേ നിയമം വന്നേ? അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കൊടുക്കണമായിരുന്നോ? വേണ്ട എന്നെന്താ പറയാത്തെ? അപ്പോൾ ചിന്തിക്കുക, കൊഴുപ്പുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സമ്മാനപ്പൊതിയാണ്. നമ്മൾ അതിൻ്റെ മിനുക്കത്തിൽ കണ്ടങ്ങ് നമ്മളതിനെ ആകൃഷ്ടരായി പോകും. അതല്ല ഇവിടെ. മനസ്സിലായല്ല? കൊഴുപ്പുള്ള ഭാഗമല്ല. ഇനി അച്ഛൻ വചനം ഉത്തരം പറയാൻ പോകുന്നതാണ്, നോക്കിയാൽ മതി. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ശ്രദ്ധിച്ചു കേൾക്ക്. കണ്ട, കാഴ്ചവസ്തുക്കളിലല്ല ദൈവം പ്രസാദിക്കാതിരുന്നത്. കാഴ്ചവസ്തുക്കളിലല്ല കർത്താവ് പ്രസാദിച്ചത്. എന്നാൽ കായേനിലും അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കർത്താവ് പ്രസാദിക്കാതിരുന്നത് കായേനെയാണ്. കർത്താവ് പ്രസാദിച്ചത് ആബേലിനെയാണ്, അല്ലാണ്ട് കാഴ്ചവസ്തുക്കളല്ല. നിന്റെ നിരവധിയായ കാഴ്ചവസ്തുക്കളും ദഹനബലികളും മുട്ടാടിൻ്റെ മേധസ്സും എനിക്കെന്തിന് എന്ന് പച്ചക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ. എന്തിനാണ് എൻ്റെ മുൻപിലേക്ക് വരാൻ ഇതൊക്കെ ആവശ്യമാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? എന്നാൽ കായേനിലും, അതായത് സിബിയച്ചൻ ബലിയർപ്പിക്കുമ്പം സിബിയച്ചൻ വിശുദ്ധിയോടെയല്ല ബലിയർപ്പിച്ചതെങ്കിൽ സിബിയച്ചൻ തിരസ്കരിക്കപ്പെടുന്നു. കൂടെ സിബിയച്ചൻ്റെ ബലി. പക്ഷെ നിങ്ങൾക്കതിൻ്റെ കൃപ ലഭിക്കും, നിങ്ങൾക്ക് കൃപ ലഭിക്കും. ഇപ്പോൾ ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവിനെ ചതിച്ചിട്ട് ഭാര്യയെ ചതിച്ചിട്ടും അവൾ വന്ന് ബലിയർപ്പിക്കുന്നതാണ്. എല്ലാ അശുദ്ധമായ ബന്ധത്തോടെ ഒരു പെണ്ണോ ആണോ ബലിയർപ്പിക്കുന്നു. ദൈവം തിരസ്കരിക്കുന്നത് ബലിയല്ല, ആ വ്യക്തിയെ തിരസ്കരിക്കുന്നതാണ്. ആ വ്യക്തിയെ തിരസ്കരിക്കുമ്പം ആ വ്യക്തിയുടെ ബലിയും തിരസ്കരിക്കപ്പെട്ടു. മനസ്സിലായ? തീഷ്ണതയോടെ മനസ്സിലായ? കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പം എക്സാമ്പിൾ പറയാം. എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ തോമസ് ഏട്ടൻ ഉണ്ട് എന്ന് നോക്കുക. തോമസ് ഏട്ടൻ അല്ലെങ്കിൽ ഒരു പൗലോസ് ഏട്ടൻ ഉണ്ട് എന്ന് വിചാരിക്കും. പൗലോസ് ഏട്ടനും ഞാനും ഭയങ്കര പ്രശ്നത്തിലാണ്. പൗലോസ് ഏട്ടൻ എനിക്ക് എപ്പോഴും അസ്വസ്ഥത വരും. ഒരു ദിവസം പൗലോസ് ഏട്ടൻ എന്നെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ പൗലോസ് ഏട്ടനെ കണ്ട ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഓടി റൂമിൽ കയറി വാതിലടച്ച് കളഞ്ഞു. അപ്പോൾ എന്നിട്ട് പൗലോസ് ഏട്ടൻ ഇരുണ്ട മുഖത്തോടെ ഇറങ്ങിപ്പോകുമ്പം തോമസ് ഏട്ടൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ സിബിയച്ചനെ കണ്ട് സിബിയച്ചന് 1,00,000 ചെക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എത്രയാണ്? 1,00,000 ചെക്ക്. ഇത് ഇയാൾ മടക്കി കീശയിലിട്ടേക്കുന്നതാണ്. അത് ഞാൻ കണ്ടോ? അത് ഞാൻ കണ്ടില്ല.
അപ്പം തോമസ് ഏട്ടൻ എന്നിട്ട് തോമസ് ഏട്ടൻ ചോദിച്ചു, എന്ത് പറ്റി പൗലോസ് ഏട്ടാ? ഞാൻ ആ ചെക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സിബിയച്ചൻ മൈൻഡാക്കാതെ കയറിപ്പോയി വാതിലടച്ച് കളഞ്ഞു. ആണോ? എന്നിട്ട് പൗലോസ് ഏട്ടൻ ഇറങ്ങിപ്പോയപ്പം മേരി ചേച്ചി വന്നു തോമസ് ഏട്ടനോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. എന്ത് പറ്റാനാണ്? എന്താണ് പൗലോസ് ഏട്ടൻ കൊടുത്ത 1,00,000 ചെക്ക് സിബിയച്ചൻ വാങ്ങിയില്ല. മാറിയണ്ട. സിബിയച്ചന് പൗലോസ് ഏട്ടൻ കൊടുത്ത 1,00,000 ചെക്ക് ആര് വാങ്ങിയില്ല? സിബിയച്ചൻ വാങ്ങിയില്ല. അയാൾക്ക് വലുത് 1,00,000 ചെക്കായിരുന്നു. ഞാനും അയാളും തമ്മിലുള്ള ഹൃദയബന്ധമല്ല. ഇവിടെ സമ്മാനങ്ങളോ എന്താണ് ഇതിൻ്റെ അകത്ത് എന്താണ് വിളവിൻ്റെ ഒരു ഭാഗമോ ആടിൻ്റെ കൊഴുപ്പുള്ള ഭാഗമോ അല്ല പ്രധാനം. ബലിയർപ്പകനും ദൈവവും തമ്മിലുള്ള ബന്ധം, അതാണ് ഏറ്റവും പ്രാധാന്യം. കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 24:3 പെട്ടെന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തോ. കർത്താവിൻ്റെ ആലയത്തിൽ ആര് പ്രവേശിക്കും? അല്ലേ, കർത്താവിൻ്റെ ആലയത്തിൽ ആര് പ്രവേശിക്കും? കർത്താവിൻ്റെ ആലയത്തിൽ, കർത്താവിൻ്റെ മലയിൽ ആര് കയറും? ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്തെ ആര് നിൽക്കും? ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ. ഇപ്പോൾ ഉത്തരം ക്ലിയറാണ്. ചില സമയത്ത് നമ്മുടെ ഉത്തരം ക്ലിയറാണ്. എന്തേ ഞാൻ നിലവിളിച്ച് പറയുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താത്തത്? എന്തേ? ഇപ്പം ഉത്തരമുണ്ട്. എന്താണ്? മൃതദേഹത്തിൽ തൊട്ട് കൈ കഴുകിയതിന് ശേഷം വീണ്ടും മൃതദേഹത്തിൽ തൊട്ടാൽ കൈ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തെ പുതുക്കണം. അതൊരു വാശിയാണ്, സന്തോഷമാണ്. ഈശോയിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങി വരണം. അതിനേറ്റവും ബെസ്റ്റ് കുമ്പസാരം കുർബാനയാണ്. നമ്മുടെ കുർബാന നമ്മൾ ശരിയാക്കുക. നമ്മുടെ കുർബാന എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ സഹോദരൻ്റെ രക്തം ഈ ഭൂമിയിൽ വീഴാൻ കാരണം എന്താണ് കാരണം? അസൂയ എന്നും കുശുമ്പെന്നും എന്ത് വേണം പേരിട്ട് വിളിച്ചോ, പക്ഷേ ഒന്നാണ് ബലിപീഠം. മെയിൻ കാരണം ബലിപീഠമാണ്. കാരണം എന്താണ്? ഇരുണ്ട മുഖത്തോടെ കായൻ ബലിപീഠത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ ബലിപീഠം തകരുകയാണ്. പുറകിൽ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതാണ്. നിന്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടോ? സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടോ? അയൽവാസികളുമായി ഭിന്നതയുണ്ടോ? നീ നോക്കേണ്ടത് ആര് കൂടോത്രം ചെയ്തു, ആര് എനിക്കിട്ട് അസ്വസ്ഥത ചെയ്തു, ക്ഷുദ്രപ്രയോഗം ചെയ്തു എന്നല്ല നമ്മൾ നോക്കേണ്ടേ. എൻ്റെ ബലിയർപ്പണം എങ്ങനെ, എൻ്റെ ബലിപീഠം എങ്ങനെ, വിശുദ്ധിയോടെയാണോ ഞാൻ ദിവ്യകുർബാന സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ പറയുന്നത്, വരുവിൻ നമുക്ക് ബലിപീഠം പുതുക്കിപ്പണിയാം. ബന്ധന വിടുതലിൻ്റെ ഏറ്റവും ബേസിക് ബലിയർപ്പണം. കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയിൽ ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ സ്തുതിച്ച് ഒച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ദേ സ്നേഹം നിറഞ്ഞവരെ കേട്ടോ. തലയിൽ മാമോദീസ വെള്ളം വീണ നസ്രാണിയെ സംബന്ധിച്ചിടത്തോളം രക്ഷ കൗദാശിക ജീവിതത്തിലൂടെ മാത്രം. തലയിൽ മാമോദീസ വെള്ളം വീണ നസ്രാണിയെ സംബന്ധിച്ചിടത്തോളം രക്ഷ കൗദാശിക ജീവിതത്തിലൂടെ മാത്രം, വിശുദ്ധി കുമ്പസാരക്കൂടിലൂടെ മാത്രം, ദൈവകൃപ ബലിപീഠത്തിലൂടെ മാത്രം. വേറെ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വേറെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും കാര്യമില്ല. വെരി സീരിയസ്, വളരെ സീരിയസ് ആണിത്. വില കൊടുക്കണം. ഞാൻ ഡൊമിനിക് വളമനാലച്ഛൻ നിങ്ങൾക്കറിയാലോ, വരുന്നുണ്ടല്ലോ ഡൊമിനിക് അച്ഛൻ്റെ നിങ്ങൾ കൺവെൻഷനിൽ അച്ഛൻ ഒരു 25 പ്രാവശ്യമെങ്കിലും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ്? വില കൊടുക്കണം, വില കൊടുക്കണം. അച്ഛൻ എപ്പോഴും പറയും. നോക്കിക്കോ, നിങ്ങൾ ഉറപ്പിച്ചോ, ഈ കൺവെൻഷനും അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വില കൊടുക്കണം മക്കളെ, വില കൊടുക്കണം. കഷ്ടപ്പെടണം നമുക്ക് ആദ്യമൊക്കെ. പിന്നെ ഉണ്ടല്ലോ, കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ മഹത്വം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈശോയുടെ പ്രായം എത്രയാണ്? 33 വയസ്സ്. അമ്മച്ചിയുടെ മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുമല്ല, ഇഷ്ടമില്ലേ? മരിക്കുമല്ല. മരിച്ചു കഴിയുമ്പം അമ്മച്ചി സ്വർഗത്തിലെത്തുമ്പം ഉറപ്പാണ്. അമ്മച്ചി സ്വർഗത്തിലെത്തുമ്പം പേരാണോ വിളിക്കുക അല്ലേ അമ്മയെന്നാണോ വിളിക്കുക? ഈശോ 33 വയസ്സുകാരൻ അമ്മയെന്ന് ഇല്ലേ? അപ്പച്ചനെ വിളിക്കുന്നത് പേര് വിളിക്കുക. താങ്കളുടെ പേര് വിളിക്കും തോന്നുന്നുണ്ടോ ഈ 33 വയസ്സുകാരൻ? ഇല്ല, അപ്പച്ചാന്ന് വിളിക്കും. അതായിരിക്കും താങ്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി. ബ്ലെസ്സിങ് അല്ല, ആ സന്തോഷം പിന്നീട് പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഏറ്റവും വലിയ കൃപ എന്ന് പറഞ്ഞാൽ ഈശോയുടെ മുഖം കാണുന്നതാണ്. ഈശോയുടെ മുഖമില്ലേ, അത് കാണുന്നതാണ്. ആ ഈശോ ആ മുഖത്തോടെ വിളിക്കുന്ന അപ്പച്ച, അമ്മച്ചി, എന്നെ വിളിക്കുന്ന സിബിയച്ച എന്നായിരിക്കും. സിബിയച്ച, എൻ്റെ അമ്മ വിളിക്കുന്നത് സിബിയച്ച എന്നാണ്, എൻ്റെ ചേട്ടൻ വിളിക്കുന്നത് സിബിയച്ച എന്നാണ്. അതേപോലെ ഈശോയും വിളിക്കുക, സിബിയച്ച കയറുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ ഈശോയെ, ഒട്ടും ഭയപ്പെടണ്ട, ഒട്ടും ഭയക്കരുത്. ഈ 33 വയസ്സുകാരനെ ഒട്ടും ഭയക്കരുത് നിങ്ങൾ. രാജാവോ ഒന്നുമല്ലല്ലോ, ഒരു സാധാരണക്കാരനാണ്. ഒന്ന് കരഞ്ഞാൽ, നിങ്ങൾ കരഞ്ഞാൽ കൂടെ പൊട്ടിക്കരയുന്ന ഒരു ദൈവം, മനസ്സിലായ? ഒരിക്കലും ഈ ക്രിസ്തുവിനെ നീ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, എപ്പോഴും ആനന്ദമായിരിക്കും, എപ്പോഴും സന്തോഷം. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. പക്ഷെ തിരിച്ചറിയാൻ നമുക്കങ്ങ് ഒരു പക്ഷേ ധ്യാനഗുരുക്കന്മാർ, ഞാനടക്കമുള്ള ധ്യാനഗുരുക്കന്മാരുടെ ഏറ്റവും വലിയ പരാജയം എന്താന്ന് പറഞ്ഞാൽ, ഈശോയുടെ സ്നേഹം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അതായിരിക്കും. അറിഞ്ഞാലുണ്ടല്ലോ ചങ്ക് പൊട്ടിപ്പോവും. അത്രയും ഈശോ അത്രയാണ്. ഞാൻ കൈയുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഈ പരിശുദ്ധ അമ്മേനെ എല്ലാവരും കുറേ പേരെല്ലാം കാണും. പരിശുദ്ധ അമ്മ പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നതെന്നെല്ലാം പറയുമല്ലോ. പക്ഷേ ഈശോ പ്രത്യക്ഷപ്പെട്ടെന്നെല്ലാം പറയുന്നത് നമുക്കധികം കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഉണ്ടല്ലോ, ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഇടയിൽ വരുന്ന ആരാന്നറിയാവാ? ഈശോയെ. വേറെ അമ്മയല്ല, ഈശോയാണ്. ദൈവം, നമ്മുടെ ഈശോ നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ വേദനയിലെല്ലാം, ഞാൻ എൻ്റെ കുട്ടിക്കാനം ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ 80 പേര് 90 പേർക്കെല്ലാം സീറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളൊരു 30-35 പേരെ എടുക്കത്തുള്ളൂ. 30-35 പേരെ. ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നതെല്ലാം മുറിവേറ്റവരും തകർന്നവരും പല തരത്തിലുള്ള അസ്വസ്ഥതയുള്ളവരാണ്. ചില സമയത്തെല്ലാം ഞാൻ ഈശോയോട് പറയും, ഇത് എവിടെ നീ പെറുക്കി കൊണ്ടുവരുന്ന ഇവരെയൊക്കെ എന്ന് ഞാൻ ചോദിക്കും ഈശോയോട്. അങ്ങനെ ഈശോ പെറുക്കിക്കൊണ്ട്, എന്നാ സിബിയച്ച എന്നാ ഏൽപ്പിച്ചോ, കണ്ടോ, എന്നാ പിടിച്ചോട്ടാ, ഇങ്ങനെ. ഒരു ദിവസം ഞങ്ങളവിടെ ഡോക്ടർ വചനപ്രഘോഷണം നൽകുന്നുണ്ട്. ഒരു ദിവസം ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇനി എന്നെക്കൊണ്ട് വയ്യച്ച, ആകെ വേദന അസ്വസ്ഥതയാണ്. ഞാൻ എത്ര വചനപ്രഘോഷണം പറഞ്ഞിട്ടും കരിങ്കല്ലിന് കാറ്റ് പിടിക്കുന്ന പോലെ പറ്റുന്നില്ല എന്ന്. ഇപ്പം ഇതിനു മുമ്പ് ഞാനും വചനപ്രഘോഷണം പറഞ്ഞപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. മനസ്സിലായല്ല? എല്ലാവരും എന്നെ ഒരു മാറ്റമൊന്നും ഇല്ലായിരുന്നു. ചിലവരിങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുന്നു, ചിലവരിങ്ങനെ നിൽക്കുന്നു. ഞങ്ങളുടെ ധ്യാനകേന്ദ്രം ഇങ്ങനെയാണല്ലോ, ഇവിടെയാണ് ഇരിക്കുക. എല്ലാവരും ഇത്ര അടുത്താണ് ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ഞാനിവിടുന്ന് വചനപ്രഘോഷണം പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. തൊട്ടടുത്തുനിന്നാ പറ, ഇത് വായിക്ക്, അത് വായിക്ക്. അങ്ങനെയാണ്, അത്രയും ഇൻറ്റിമസിയാണ് എൻ്റെ ധ്യാനകേന്ദ്രത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഇതുപോലും അടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അങ്ങനെ പറയരുത്, ശ്രമിക്ക്. കാരണം ഈശോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് വ്യക്തമായിട്ടൊരു പദ്ധതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ധ്യാനകേന്ദ്രത്തിൽ ഒരു കൈകെട്ടി ഈശോ എന്ന് കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും കൈകെട്ടി ഈശോയുടെ ഫോട്ടോ തരാം കേട്ടോ. എല്ലാവർക്കും കൈകെട്ടി ഈശോയുടെ ഫോട്ടോ തരുന്നതായിരിക്കും. എൻ്റെ ധ്യാനകേന്ദ്രം ഞാനത് കൊണ്ടുവന്നെടുക്കാൻ കാറിലുണ്ട്, ഞാൻ തന്നേക്കാം. പ്രയറും ഉണ്ട്, അതിൻ്റെ പുറകിൽ നല്ല പ്രാർത്ഥനയുണ്ട്, അതും തരാം.
അപ്പോൾ അതിൻ്റെ മുൻപിൽ നിന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഞാൻ പറഞ്ഞു ബാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൻ്റെ സെൻറ്ററാണേ, ധ്യാനകേന്ദ്രത്തിൻ്റെ സെൻറ്റർ. ഇപ്പം ഞങ്ങൾ കൈ രണ്ടും ഞങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ച്, ഞാനും ഡോക്ടറും എന്നിട്ട് പ്രാർത്ഥിച്ച്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടല്ലോ സത്യം, നിങ്ങൾ എൻ്റെ തൊട്ടടുത്ത് വെള്ള വസ്ത്രം, നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ ഈശോ ഇങ്ങനെ വെള്ളത്തുണി തലയിലിങ്ങനെ ഇട്ടേക്കുന്ന ഒരു വെള്ളത്തുണി ഇട്ടിരിക്കുന്ന ഒരു യഹൂദ യുവാവ് പ്രാർത്ഥിക്കുന്ന വെള്ളത്തുണി ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ തൊട്ടടുത്ത് ഇങ്ങനെ ഈ സാന്നിധ്യം ഇങ്ങനെ കിടന്നാ ഞാൻ ഞെട്ടി അങ്ങ് കൈയെടുത്ത് കാണാൻ വേണ്ടി തന്നെയാണ്, കാണാൻ വേണ്ടി. ഞാൻ കൈവലിച്ചപ്പോൾ തന്നെ ഡോക്ടറും കൈവലിച്ച്. ഡോക്ടർ പറഞ്ഞു അച്ഛാ ഈശോ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു. ആ ഉണ്ടായിരുന്നെന്ന്. നമ്മുടെ വേദനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം കൂടെ പ്രാർത്ഥിക്കുന്നവനാണ് ക്രിസ്തു. കൂടെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പ്. അവരുണ്ടല്ലോ ഒരു കോളേജ് ക്യാമ്പസ് റീയൂണിയൻ എന്നെല്ലാം പറഞ്ഞ പോലെ അവർ പരസ്പരം അത് കഴിഞ്ഞിട്ട് അവർ വളരെ മാറ്റം ഉണ്ടായി ആ ഗ്രൂപ്പിൽ. വലിയ മാറ്റം, ബന്ധനങ്ങളിൽ നിന്നെല്ലാം വലിയ വിടുതലും വലിയ മാറ്റം ഉണ്ടായി. നമ്മൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മകൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം മറന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ, സ്വയം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിൻ്റെ തൊട്ടരികിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയുണ്ടാവും. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളി വിളിച്ച ഈശോയേന്ന് വിളിച്ച് അതാണ്. നല്ലോണം പ്രാർത്ഥിക്കണം, നല്ല വേണം. ഈ കാലഘട്ടത്തിൽ വൈദികരെക്കാളും കൃപയുള്ള അൽമായരുണ്ട്. എനിക്ക് എൻ്റെ കൂടെയൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നിങ്ങൾ പറയില്ലേ കാലഘട്ടം മാറിപ്പോയി, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻ്റർനെറ്റ്, പിള്ളേരെല്ലാം നശിച്ചു എന്ന് പറയില്ലേ. നല്ല തീ പാറുന്ന യുവാക്കന്മാർ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീ പാറുന്ന ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, എല്ലാ ജനം മുഴുവൻ നശിച്ച്, ഇസ്രായേൽ ജനം മുഴുവൻ നശിച്ച്. ദൈവം പറഞ്ഞു നോ, സംഖ്യ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത്രയും പേരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, ഒരിക്കലും നമ്മുടെ ദേശത്ത് ഒരു തിന്മയും കയറാൻ ആര് സമ്മതിക്കില്ല? ഈശോ സമ്മതിക്കില്ല. ഇഷ്ടംപോലെ വൈദികരുണ്ട്, കൃപയുള്ള വിശുദ്ധിയുള്ള വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, നല്ല തീപാറുന്ന അൽമായരുണ്ട്, നല്ല യുവാക്കളുണ്ട് പ്രാർത്ഥിക്കുന്ന. കൈകെട്ടി ഈശോയുടെ അവിടെ കരിങ്കല്ലിൻ്റെ കല്ലാണ്, കരിങ്കല്ല്. ഞാൻ ആദ്യം നടക്കുമ്പം ഡാൻസ് കളിച്ച് നടക്കുന്ന പോലെയാണ്, കല്ലുള്ളതുകൊണ്ടേ ഭയങ്കര വേദനയാണ് കല്ല്. പക്ഷെ ഒരു പെൺകുട്ടി കോളേജിലെ മരിയൻ കോളേജിലെ ഒരു പെൺകുട്ടിയുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടിയുണ്ടല്ലോ ചുരിദാറ് ഇവിടം വരെ പൊക്കി വെക്കും, എന്നിട്ട് അവൾ അവിടെ ആ കരിങ്കല്ലുള്ള മുട്ടുകുത്തിപ്പോവും. അവൾ MBA കാരിയാണ്, MBA. ഞാൻ പലപ്പോഴും അവളോട് പറയും നീ എന്തിനാണ് ഇങ്ങനെ വേദന സഹിക്കുന്നതെന്ന്. അവൾ പറയുന്നില്ലച്ചാ ഈശോ എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. അവളിപ്പോൾ എത്രയും ശമ്പളം എന്നറിയാവാ, ലക്ഷക്കണക്കിന് സാലറിയാണ്. അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് കൈകെട്ടി ഈശോയുടെ അവിടെ മുട്ടുകുത്തിപ്പോയി. ഭർത്താവുമായിട്ട് വില കൊടുക്കണം. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഇനി 5-ാമത്തെ വാക്യം വായിച്ച ചേട്ടാ. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കണ്ട, കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന ശരിയല്ലെങ്കിൽ, ബലിയർപ്പണം ശരിയല്ലെങ്കിൽ അത് നിനക്ക് തന്നെ അറിയാൻ പറ്റും, വേറെ ആരെക്കാളും. ധ്യാനത്തിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ആത്മീയ ജീവിതം സ്റ്റഡിയാണോ എന്ന് നോക്കണ്ട. ബലിപീഠത്തിൻ്റെ പടവുകൾ ചവിട്ടി ഇറങ്ങുന്ന നിനക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നീ വിശുദ്ധിയുള്ളവനാണോ വിശുദ്ധിയില്ലാത്തവനാണോ. നിന്റെ മുഖം ഇരുണ്ട്, നിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥത. നീ എത്ര ബലിപീഠത്തിൽ പോയി, നീ എത്ര ദേവാലയം സന്ദർശിച്ചു, നീ എത്ര തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി എന്നുള്ളതല്ല വിശുദ്ധി. നീ നിന്റെ ദേവാലയത്തിൻ്റെ പടവുകൾ എങ്ങനെ ചവിട്ടിയിറങ്ങുന്നു. കയറിയ മകനെ പോലെ തന്നെയാണോ ചവിട്ടിയിറങ്ങുന്നത്, അല്ലെങ്കിൽ പാപിയായി കയറുകയും വിശുദ്ധനായി ഇറങ്ങി വരികയും ചെയ്യുന്ന മകനാണ്?
അതാണ് നിന്നെ കൃപയിലേക്ക് നയിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിലേക്ക്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ പാപത്തോടെ ആയിരിക്കും കടന്നു വന്നേക്കുന്നത്, അശുദ്ധിയോടെ ആയിരിക്കും കടന്നു വന്നേക്കുന്നത്, അഡമൻ്റായിട്ട് മർക്കട മുഷ്ടിയോടെയാണ് നിങ്ങൾ കടന്നു വന്നേക്കുന്നത്. കല്ലിന് കാറ്റ് പിടിക്കുന്ന പോലെ വചനം നിന്നിലേക്ക് ഒരു മാറ്റവും ഇതുവരെ വരുന്നില്ല എന്ന് വെച്ചോ. പക്ഷേ നീ അങ്ങനെയുള്ള മകനായി കയറി വരുന്നു. പക്ഷേ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം നീ വിശുദ്ധിയിൽ ഇറങ്ങിപ്പോകുവാണെങ്കിൽ ആ ഇറക്കമാണ് വിശുദ്ധി. ഉണ്ടോ? ആബേൽ എങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി, കായൻ എങ്ങനെ ഇറങ്ങിപ്പോയി ഇരുണ്ട മുഖത്തോടെ. അപ്പോഴെന്തു പറ്റി? 6-ാമത്തെ വാക്യം വായിച്ചു. 6-ാമത്തെ, കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വഴി തിന്മയിലാണെങ്കിൽ, ദൈവം വന്ന് നിങ്ങളോട് പറയും ഈ പോക്ക് ശരിയല്ല മോനേന്ന്. സത്യമായിട്ട് ഈശോ പറഞ്ഞിരിക്കും. പക്ഷേ അത് ഒരുപക്ഷെ ഭാര്യയുടെ മുഖമായിരിക്കും ഈശോയ്ക്ക്, ഭർത്താവിൻ്റെ മുഖമായിരിക്കും, മകൻ്റെയോ മകളുടെയോ മുഖമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വേലക്കാരിയുടെ മുഖമായിരിക്കും ഈശോയ്ക്ക്. പറഞ്ഞിരിക്കും, സിബിയച്ച ഇങ്ങനെ പോയാൽ പോരാ കേട്ടോ, സിബിയച്ച ഇങ്ങനെ പോയാൽ പോരാ എന്നൊരു ശുശ്രൂഷകൻ പറയുമ്പം അത് ഈശോയാണ് പറഞ്ഞത് എന്ന് ഞാൻ തിരിച്ചറിയണം. കയ്യുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് ശക്തിയോടെ നല്ല അഭിഷേകത്തോടെ കൈയടിച്ച് അഭിഷേകത്തോടെ. ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയും കൂട്ടുകാരൻ ലിയോയും കൂടി പാടവരമ്പത്തൂടെ നടക്കുന്നതാണ്. പാടവരമ്പത്തൂടെ നടന്നു പോകുമ്പം പെട്ടെന്ന് അവിടെ ചേറിൽ പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ പാടത്തിൽ നിന്നും കയറി വന്ന് എന്നിട്ട് പറഞ്ഞു, നീയാണോ ഫ്രാൻസിസ്? ഞാനാ ഫ്രാൻസിസ് എന്ന് പറഞ്ഞു. നീ വിശുദ്ധനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പം ഒന്നും മിണ്ടില്ല. സൂക്ഷിക്കണം കേട്ടാ. എന്നിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പം ഫ്രാൻസിസ് വിറക്കുന്ന സ്വരത്തോടെ കൂട്ടുകാരൻ ലിയോയോട് പറയുന്നുണ്ട്, കേട്ടില്ലേ ലിയോ, ദൈവം ചേറിൽ നിന്ന് വന്നെന്നെ ശകാരിച്ചിട്ട് ചേറിലേക്ക് ഇറങ്ങിപ്പോയതെന്ന്. എവിടെയുണ്ടാകും ക്രിസ്തു? എവിടെയുണ്ടാകും ക്രിസ്തു? സന്യാസ വസ്ത്രത്തിലോ വൈദിക വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബ്രദറിൻ്റെയോ ശുശ്രൂഷകൻ്റെയോ വസ്ത്രത്തിലോ മാത്രമല്ല, ഓട്ടോ ഡ്രൈവറിൻ്റെ വേഷത്തിൽ വരെ പറയും, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ. കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച ശക്തിയോടെ. ഇനി 7-ാമത്തെ വാക്യം വായിച്ചു. 7-ാമത്തെ വാക്യം, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഒറ്റ വിളി വിളിച്ച ഈശോയെന്ന് വിളിച്ചേ. ഇവിടെ കണ്ട ഈശോ പറയുന്നത് എന്താണ്? നീ സൂക്ഷിക്കണം. കാരണം പിശാച് നിന്നിൽ എന്ത് ചെയ്തേക്കുന്നതാണ്? താല്പര്യം വെച്ചിരിക്കുന്നതാണ്. താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിന് ആണിനോട് തോന്നുന്ന അട്രാക്ഷൻ, അല്ലെ ഒരു ആണിന് പെണ്ണിനോട്, പെണ്ണിന് ആണിനോട് തോന്നുന്ന ഒരു അട്രാക്ഷനെയാണ് താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിശാചിന് നമ്മളോട്. ജഡികമായ റിലേഷനാണ്. ആവശ്യം കഴിഞ്ഞാൽ പിശാച് വലിച്ചെറിയും. അതൊരിക്കലും ഒറിജിനൽ സ്നേഹമല്ല. ആവശ്യം കഴിഞ്ഞാൽ ചണ്ടി പോലെ നമ്മളെ വലിച്ചെറിഞ്ഞോളയും പിശാച്. ആ ബന്ധങ്ങളും പിശാചാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളും പൈശാചികമാണ്. അത് മദ്യപാന സദസ്സാവാം, ചീട്ടുകളി സദസ്സാവാം, അശുദ്ധമായ ബന്ധങ്ങളാവാം. എന്തായാലും അത് താല്പര്യം വെച്ചിരിക്കുന്ന പിശാചാണ്. ഇപ്പം പിന്നെ പറയുന്നത് എന്താണ്? വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നിങ്ങൾ കൈയുയർത്തി ഒന്ന് വിളിച്ചേ, ഈശോയെന്ന് വിളിച്ചേ. നിന്റെ പെർമിഷൻ ഇല്ലാതെ, നിന്റെ ആഗ്രഹമില്ലാതെ, നിന്റെ ക്ഷണമില്ലാതെ പിശാച് ഒരിക്കലും നിന്റെ ഉള്ളിൽ വരില്ല. അതെപ്പോഴും പടിവാതിൽക്കൽ, പടിക്ക് പുറത്താണ് പിശാച്. പടിക്ക് പുറത്താണ് പിശാച്. നിന്റെ ക്ഷണമില്ലാതെ, നിന്റെ ആഗ്രഹമില്ലാതെ, നിന്റെ വിളിയില്ലാതെ ഒരിക്കലും പിശാച് ഉള്ളിൽ വരില്ല. നീ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. നീ ആ പാപം ചെയ്യാൻ വേണ്ടി പദ്ധതി ഇട്ടത് കൊണ്ടാണ്.
ആ പിശാച് നിൻ്റെ ഉള്ളിലേക്ക് വന്ന് പതിയിരിപ്പുണ്ട്. നീ സൂക്ഷിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, പശ്ചാത്താപം, ദൈവത്തിൻ്റെ അനുഗ്രഹം നീ വിളിച്ചാലും ഇല്ലെങ്കിലും നിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും വന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. നന്നാവ് നന്നാവ് നന്നാവ്. ഒരു ടോക്ക് കേൾക്കുമ്പം ഈശോയുടെ സ്വരം വന്ന് അലക്കും. അല്ലെങ്കിൽ ഒരു കുമ്പസാരം, ഈശോയുടെ സ്വരം വന്ന് അലക്കും. ഈശോ പെർമിഷൻ നോക്കില്ല, ഈശോ വാരിയെടുക്കും. ഈശോ വാരിയെടുത്ത് ചുംബിക്കും. ഈശോയ്ക്ക് പെർമിഷൻ വേണ്ട, പിശാചിന് പെർമിഷൻ വേണം. ആ പെർമിഷൻ ആരാ ഗ്രാൻഡ് ചെയ്യുന്നേ? നമ്മൾ തന്നെ. കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ നമ്മൾ ഒരധ്യായം, 5 വചനമാണ് നമ്മൾ ധ്യാനിച്ച്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യം ഈശോ പറയുന്നത് കേട്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈശോ നമ്മളോട് പറയുന്നത്. അതാണ് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധി കൂടാതെ നമുക്കാർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരസ്പരം സ്നേഹത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒരാഗ്രഹമാണ് എന്താണ്? ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്ത് വേണം? വിശുദ്ധി വേണം. കണ്ട, ഇവിടുന്ന് കയറും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ്. അതാണ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കണം. പരസ്നേഹം വേണം. ജീവിത പങ്കാളിയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അയൽവാസിനെ സ്നേഹിക്കണം, സ്വത്ത് തർക്കത്തിലെല്ലാം ഉള്ള സഹോദരനെ സ്നേഹിക്കണം, ഒറ്റപ്പെടുത്തിയ അപ്പനെ അമ്മേനെ അമ്മായി അമ്മേനെ എല്ലാം സ്നേഹിക്കണം. ഈശോയ്ക്കറിയാം ജഡികമായ പാപങ്ങൾ ഒരു പ്രായം എത്തുമ്പം ശക്തി കുറയും. എന്നാൽ ശവപ്പെട്ടിയിൽ തലയോട്ടി ദ്രവിച്ച് തീർന്നാൽ പോലും പോകാത്ത പാപമുണ്ട്. എന്താണെന്നറിയാവാ? വെറുപ്പ്, പക, വൈരാഗ്യം. കയ്യോർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേച്ചി വന്ന് പറഞ്ഞല്ലേ, അച്ഛാ കരയുന്നാണ്, ശരിക്കും കരയുന്നാണ്. വിടുതൽ ശുശ്രൂഷ, ഡെലിവറൻസ് വേണം അമ്മച്ചിക്ക്. എന്താന്ന് പറഞ്ഞാലേ അമ്മയോടുള്ള വെറുപ്പ്, പക, വൈരാഗ്യം. അമ്മച്ചി, ആ അമ്മ ഈ മകളെ അത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ചേച്ചിയാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നത്, എന്നിട്ടും അതിൻ്റെ അന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. ഈ അമ്മച്ചിക്ക് പരിപൂർണമായ ഡെലിവറൻസ് വേണം. ഇപ്പം ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി നമുക്ക് പോയി ആ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറ. ഇങ്ങോട്ടാണ് ദ്രോഹം ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് കാല് പിടിച്ച്. ചേച്ചി പറയാ, മരിച്ചിട്ട് 12 വർഷമായെന്ന്. അമ്മായിയമ്മ മരിച്ചിട്ട് 12 വർഷം. ഇപ്പോഴും ആ ഉള്ളിലെ ആ മുറിവ് സൂക്ഷിക്കണം കേട്ടാ. നമ്മൾ വാക്ക് വഴിയും പ്രവൃത്തി വഴിയും മുറിവേൽപ്പിക്കുമ്പോഴേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവർ നമ്മളോടുള്ള പകയും വെറുപ്പും പോവോ ഇല്ല അറിയില്ലല്ലോ, അല്ലേ? അതാണ്. സൂക്ഷിക്കണം, ആരെയും മുറിവേൽപ്പിക്കരുത്. ഭയങ്കര പ്രശ്നമാണത്. മുറിവേൽപ്പിക്കുന്ന മേഖല അതൊരു വേറെ ഒരു മേഖലയാണത്. സങ്കടം തോന്നും. ഞാൻ അച്ഛനായിട്ട് വെറും 15 വർഷമായതേ ഉള്ളൂ. 15 വർഷം. 3 വർഷം മാത്രം പല സ്ഥലത്തും എസ്റ്റേറ്റ് മാനേജറായും അങ്ങനത്തെയെല്ലാം നിന്നു. പിന്നെ എല്ലാം ധ്യാനകേന്ദ്രത്തിലായിരുന്നു. മഞ്ഞമ്മൽ ധ്യാനകേന്ദ്രം, കുട്ടിക്കാനം ധ്യാനകേന്ദ്രത്തിൽ 6 വർഷം കഴിഞ്ഞു. ഇതിനി 7ാമത്തെ വർഷം. ഒരുപാട് കൗൺസിലിംഗ് ചെയ്യും, ഒരുപാട് കൗൺസിലിങ്ങിനിരിക്കും. പിന്നെ ശനിയാഴ്ച ഒരുപാട് പേര് വരും, ഒരുപാട് പേര്. ഇപ്പം പണ്ടത്തെ പോലെ മനസ്സിന് കട്ടിയൊന്നുമില്ല. അമ്മച്ചിമാർ പറയുമ്പം അമ്മച്ചി അറിയുന്നതിന് മുമ്പേ കണ്ണ് നിറയും നമ്മുടെ. ഇപ്പം നമ്മൾ പറയും, അമ്മച്ചി 1 മിനിറ്റ് കേട്ടോ, ഇപ്പം വരാമെന്ന് പറയും. എന്നിട്ട് പോയിട്ട് കണ്ണെല്ലാം തുടച്ചിട്ട് തിരിച്ചു വരും. പണ്ടത്തെ പോലെ പറ്റുന്നില്ല. കേട്ട് മനസ്സ് കട്ടിയാവുമല്ലേ വേണ്ടേ? കേട്ട് ഇപ്പം ഭയങ്കര സങ്കടം വരുന്നു. നമ്മുടെ മക്കളും നമ്മുടെ അമ്മമാരും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഏൽക്കുന്ന മുറിവുകൾ, ആ മുറിവ് അവരെ വേട്ടയാടുന്നത്, അവരുടെ കരച്ചിൽ, നിലവിളി,
ദാവീദ് രാജാവിനെ പോലെ അവർ തലയണകൾ കുതിർക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? അടുക്കളകളിൽ ചിരവിത്തീരുന്ന മാംസപിണ്ഡങ്ങളായ സ്ത്രീകളെ നമ്മളാരും തിരിച്ചറിയുന്നില്ലല്ലോ. ഓ, ഒരു 75 വയസ്സുകാരി അമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, തമിഴത്തി. 16 വയസ്സിൽ തേയില നുള്ളി 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 അവസാനം കൈ ഇങ്ങനെ ആയിപ്പോയൊരു അമ്മച്ചി. കാശ് കൊടുത്താൽ തന്നെ മേടിക്കുന്നത് ഇങ്ങനെ, എന്താണെന്നൊരു പിടുത്തമില്ല. ഞാനവിടെ നിന്ന് ട്രാൻസ്ഫറായി മഞ്ഞുമൽ പോയി തിരിച്ചു വന്നിട്ട് ആദ്യം അന്വേഷിച്ച് ഈ അമ്മച്ചിയാണ്, കണ്ടില്ല. പിന്നീട് ഒരു ദിവസം KSRTC ഇങ്ങനെ പോകുമ്പം ഞങ്ങളവിടെ ഒരു കുരിശിൻ്റെ ഒരു കേന്ദ്രമുണ്ട്, അവിടെ ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ അമ്മച്ചിയുടെ കൗൺസിലിംഗ് കഴിയുമ്പോഴായിരിക്കും അടുത്ത കൗൺസിലിങ്ങിന് വരുന്നത്. അമ്മ, എനിക്ക് ഈശോയെ വേണ്ട. എന്തോ പറ്റി? എൻ്റെ അപ്പൻ മരിച്ചുപോയി. അതിന് ഈശോ ജീവനുള്ള ദൈവമാണ്, ഞങ്ങൾ പിന്നെന്തിനാ പള്ളിയിൽ പോന്നേ, ഞങ്ങൾ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഈശോയിലുള്ള വിശ്വാസമില്ല. ദേ ഇറങ്ങിപ്പോയേക്കുന്നതാണേ. 75 വയസ്സുകാരി ഒരു സ്ത്രീ എപ്പോഴും കർത്താവിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്. ഈ കർത്താവിൽ വിശ്വാസമില്ല. എൻ്റെ അപ്പം മരിച്ചുപോയി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇറങ്ങിയതേ ഫോർഡിലാണ്, കാറിൽ. ആ സുഖക്ഷേമത്തിൽ അവൾക്ക് കർത്താവിനെ തള്ളിപ്പറയാൻ പറ്റും. പക്ഷേ ഈ സ്ത്രീക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. അവൾക്കറിയാം, എനിക്കാകെയുള്ളത് ആരേ ഉള്ളൂ, അള്ളിപ്പിടിക്കാൻ ഇതേ ഉള്ളൂ. മനോഭാവങ്ങൾ, ആത്മീയത ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് തഴച്ച് വളരുമ്പോണ്ടല്ല, നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരും. ശരിക്കും ഡെലിവറൻസ് കിട്ടും. ശരിക്കും ഇതാണ് ഡെലിവറൻസ്. പ്രോപ്പർ മനോഭാവങ്ങളിലുള്ള ശരിക്കും പറഞ്ഞാൽ ആ ഷിഫ്റ്റാണ്. അല്ലെങ്കിൽ കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനിങ്ങനെ ഫുള്ള് വചനം പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് പ്രാക്ടിക്കലിലേക്ക് ഒരു 20 മിനിറ്റ് ഞാൻ പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറയുന്നത്. വചനം ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു കാര്യം, എറണാകുളത്ത് കല്യാണം 50 വർഷമോ 30 എത്രയോ വർഷം കഴിഞ്ഞ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കല്യാണത്തിൻ്റെ ഇതാണ്, എന്താ അതിന് പറയുക, ജൂബിലി ആഘോഷം. ഇപ്പം ഞാനാണ് പ്രസംഗം പറയുന്നത്. എനിക്ക് ഈ അമ്മച്ചിനെ അറിയില്ല. ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് കുർബാന ചൊല്ലുന്നത്, വേറെ ഒരു മോൺസിഞ്ഞോറും ഉണ്ട്. അപ്പോൾ പ്രസംഗം, ഈ അപ്പച്ചനെയും അമ്മച്ചിനെയും കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ എന്ത് രസമാണെന്നാ. 50 വർഷം കഴിഞ്ഞിട്ട് ആ അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു 80 വയസ്സുണ്ടാവും. എന്നിട്ട് നാണം. ഞാൻ കുർബാന ചൊല്ലി നല്ല പ്രസംഗമെല്ലാം പറഞ്ഞു. ഞാൻ അമ്മച്ചീൻ്റെ അടുത്ത് പോയിട്ട് എന്തോ പോയി കാണണമെന്ന് തോന്നി. ഞാൻ അമ്മച്ചീനെ പോയിട്ട് കെട്ടിപ്പിടിച്ചു അമ്മച്ചീനെ. അപ്പോൾ അമ്മച്ചി കരഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത്രയും സുന്ദരമായൊരു ജീവിതം ദൈവം നൽകിയില്ലേന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനെ പിന്നീട് ഒരിക്കലും സ്നേഹിച്ചില്ല. കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കൈയടിച്ച ശക്തിയോടെ കൈയടിച്ചേ. ഒരിക്കലും സ്നേഹിച്ചില്ലെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്താന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല, കണ്ണിങ്ങനെ നിറയുന്നതാണ്. ഞാൻ ആ ചേട്ടനെ പോയി കണ്ടായിരുന്നു ഇതിനു മുമ്പ്. ചേട്ടൻ പറഞ്ഞെന്നാ, എൻ്റെ ചങ്കിൻ്റെ ചങ്കാണ് എൻ്റെ ഭാര്യയെന്ന്. എന്നാൽ ഈ ഭാര്യ പറയുന്നത് എന്താന്നാ, സ്നേഹിക്കാൻ പറ്റിയില്ല എന്ന്. കാരണം എന്താണെന്നറിയാവാ, എന്തെങ്കിലും ഭർത്താവ് ചെയ്യുമ്പം ഭാര്യ വന്ന് പറയും, ചേട്ടാ അത് ചെയ്യാവാ, നീ മിണ്ടാതിരുന്നേ. എടി നിനക്കത് അറിയില്ല, നീ മാറി നിൽക്ക്. എന്തെങ്കിലും പറയുമ്പോൾ ഒരു കുത്തുവാക്ക്, എടി നിനക്കത് അറിയില്ല, നീ മാറി നിൽക്ക്, നീ ആ വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, ആ ഓണം കയറാമൂലെന്ന് നിന്ന് വരുന്നതല്ലേ, നിനക്ക് എന്തറിയാം, നീ മാറി നിൽക്ക്. സ്നേഹത്തോടെ പറയുന്നതാണ്, പക്ഷെ കിട്ടുന്നത് എവിടെ കിട്ടിയിട്ടാണ്? ഉള്ളിൽ. അറിയുന്നുണ്ടോ ഭർത്താവ്? ഇത് തന്നെ ഭാര്യമാരും. നമ്മൾ വിവാഹമെന്ന കൂതാശയിൽ ഇടയ്ക്കെല്ലാം ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോണ്ടല്ല, ചങ്ക് പറിച്ച് സ്നേഹം ഉണ്ടാവും. പക്ഷെ സംസാരത്തിൽ അതില്ലെങ്കിലുണ്ടല്ല, മുറിവങ്ങ് പോകത്തില്ല. അച്ഛൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച്, ഞാൻ കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ, കൈയടിച്ച ശക്തിയോടെ. ഞാനിത് അത്ര ഗൗരവമല്ലെങ്കിലും ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, അമ്മച്ചിയുടെ ഉള്ളിൽ ചെറിയ ചെറിയ നൊമ്പരങ്ങളുണ്ട് കേട്ടാ. അയ്യോ എന്ത് നൊമ്പരം, ഇങ്ങനെയെല്ലാം ഞാനങ്ങനെ പറയാറേ ഇല്ല ചാ. അല്ല പണ്ട് പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല ചാ,
എൻ്റെ ഒരു ചിലപ്പോഴൊക്കെയാണ്. കണ്ടോ, ഭർത്താവിന് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ വാക്കില്ലേ, യൂസ് ചെയ്യുന്ന വാക്ക് വെരി കെയർഫുൾ, വളരെ കെയർഫുള്ളായിരിക്കണം. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ലോണം സ്തുതിച്ചേ ഹല്ലേലൂയ, നല്ലോണം സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലോണം പ്രാർത്ഥിക്കണം. നമുക്കിനി ആരാധനയിലും നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കണം, നല്ലോണം സ്തുതിക്കണം. നിങ്ങൾ ഇത് 1.5 മണിക്കൂർ നല്ല സമയമെടുക്കുന്ന ടോക്കാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഈ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാത്ത. അതുകൊണ്ടാണ് അടുത്ത അധ്യായമാണ് ശരിക്ക് ഷിഫ്റ്റ്. ഇനി ഞാൻ ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യമായി സഹോദരൻ്റെ രക്തം ഭൂമിയിൽ വീഴാൻ കാരണം എന്താണെന്നാണ് അച്ഛൻ പറഞ്ഞേ? ബലിപീഠം അല്ലേ? ബലിപീഠം. ആദ്യമായി ദൈവപുത്രൻ്റെ രക്തം ഭൂമിയിൽ വീഴാൻ കാരണം എന്താണ്? ദൈവപുത്രൻ്റെ. ഇതാണ് ക്ലൈമാക്സ്. എന്താണെന്നറിയാവാ? ബലിപീഠം. ആലോചിച്ച് നോക്കിയേ ഇമ്പോർട്ടൻസ്, ഈ ബലിപീഠത്തിൻ്റെ പ്രാധാന്യം ആലോചിച്ച് നോക്കിയേ. കായേൻ ഇരുണ്ട മുഖത്തോടെ ഇറങ്ങിപ്പോയപ്പോൾ ഇരുണ്ട സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയവനുണ്ട്, യൂദാസ്. 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുത്ത് പുറകെ അവൻ്റെ ബലിപീഠം തകരുകയായിരുന്നു. ദൈവപുത്രൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നാണ്. ദൈവപുത്രൻ്റെ രക്തം ഭൂമിയിൽ. ആലോചിച്ച് നോക്കിയേ ബലിപീഠത്തിൻ്റെ പ്രാധാന്യം. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് മുൻപ് എന്താണ്, ഒരാൾക്ക് പോലും ബലിപീഠം, വൈദികനല്ലാതെ ആർക്കും ബലിപീഠം തൊടാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ പ്രാധാന്യം ആലോചിച്ച് നോക്കിയേ. കായൻ ഇരുണ്ട മുഖത്തോടെ എന്നാണ് അവൻ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 13-ാം അധ്യായത്തിൽ ഇതുണ്ട, ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി. അപ്പോൾ രാത്രിയായിരുന്നു. വെറുതെ എഴുതി വെച്ചല്ല യോഹന്നാൻ സുവിശേഷകൻ, തമാശക്ക് എഴുതി വെച്ചല്ല. അപ്പോൾ രാത്രിയായിരുന്നു. അശുദ്ധിയോടെ ദിവ്യ കുർബാന സ്വീകരിച്ച് നീ എവിടെ ഇറങ്ങുന്നുവോ അതൊക്കെ രാത്രിയായിരിക്കും. അശുദ്ധിയോടെ ഭർത്താവ്, അശുദ്ധിയോടെ അപ്പൻ ദിവ്യ കുർബാന സ്വീകരിച്ച് ഭവനത്തിലേക്ക് കയറി വരുമ്പം ഭവനം അന്ധകാരമുള്ളതായി മാറും. അശുദ്ധിയോടെ ദിവ്യ കുർബാന സ്വീകരിച്ച് ഭാര്യ, അമ്മ ഭവനത്തിലേക്ക് വരുമ്പം ബാക്കിയുള്ളവർ ഇരുട്ടിൽ തപ്പിത്തടയും. കുർബാന വളരെ പ്രാധാന്യമുള്ളതാണ്. കുർബാനയിൽ ശരിക്കും പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ഈശോ എന്നും ജീവിക്കുന്നു. ഈശോ നിങ്ങൾ കണ്ടതുകൊണ്ട് നീ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നല്ല അഭിഷേകം ഉണ്ടായിരിക്കണം, നല്ല പ്രാർത്ഥിക്കണം. തീരുമാനം അവനും അവളും നന്നായാലും ഞാൻ നന്നാകും. നോ. കൈയുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കൈയടിച്ച ശക്തിയോടെ, കൈയടിച്ച ശക്തിയോടെ. ഇടക്കൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ടെന്ന്, മക്കൾക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ട. ആന്ന് എപ്പോൾ ആരാധന കിട്ടിയാൽ ഈശോയെ ഭർത്താവിൻ്റെ മദ്യപാനം, മകൻ്റെ ജോലി, മകളുടെ കല്യാണം, ഇത് തന്നെ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി? ഇടയ്ക്കെല്ലാം സ്വയം ഒന്ന് സമർപ്പിച്ച് ഈശോയെ എന്നെ അനുഗ്രഹിക്കുക, എന്നെ ബലപ്പെടുത്തും. ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് നല്ലതാണ്, ഒരു ആത്മീയ സ്വാർത്ഥത നല്ലതാണ്. ഞാനിടയ്ക്ക് പ്രാർത്ഥിക്കും, ഈശോയെ എന്നെ കൃപയിൽ നിറക്കണേ. ആരാധന ഞാൻ നടത്തുന്ന റെസിഡൻഷ്യൽ ധ്യാനത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നെക്കാളും കൃപയുള്ള അഭിഷേകമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എവിടെ ഉണ്ടാവും? ഈ കൂട്ടത്തിലുണ്ടാവും. ഇപ്പം ഞാൻ ആരാധന എഴുന്നള്ളിച്ച് പ്രാർത്ഥിച്ചേക്കുമ്പോൾ ഞാൻ പറയും, ഈശോയെ ഇന്ന് ഈ ധ്യാനം കൂടുന്ന 35 പേരിൽ 35 പേർക്കുള്ള അഭിഷേകത്തിൻ്റെ 2 ഇരട്ടി സിബിയച്ചന് നൽകണേ, എനിക്ക് നൽകണമേ. ഈശോയെ എൻ്റെ കൂടെയുള്ള ഏണസച്ചൻ്റെയും ലൈജു അച്ഛൻ്റെയും അഭിഷേകത്തിൻ്റെ 2 ഇരട്ടി എനിക്ക് നൽകണേ. പ്രാർത്ഥിക്കണി.
നിങ്ങൾ ഇന്ന് ആരാധനയിൽ വെക്കുമ്പോൾ സിബിയച്ചൻ കയ്യുയർത്തി പ്രാർത്ഥിക്കുന്ന സിബിയച്ചൻ്റെ അഭിഷേകത്തിൻ്റെ 10 ഇരട്ടി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്ക്. വികാരി അച്ഛൻ്റെ അഭിഷേകം, ഡോമിനിക് അച്ഛൻ്റെ, ഡാനിയൽ പൂവണ്ണത്തിൻ്റെ, സേവ്യർ ഖാൻ അച്ഛൻ്റെ തരും. തരുവോ ഇല്ല? തരും. കയ്യുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കൈയടിച്ച ശക്തിയുടെ കൈകളടിച്ച്. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ടായിരുന്നു നമുക്ക്. ആരാണ്? എലീഷ. സ്വാർത്ഥത. അങ്ങയുടെ ആത്മാവിൻ്റെ, അത് മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. മുഖത്ത് നോക്കി ഗുരുവിനോട്, ഏലിയ പ്രവാചകനോട് പറയുന്നത്, തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഏലിയ പ്രവാചകൻ്റെ മുഖത്ത് നോക്കി പറയുന്നതാണ്. എന്താ വേണ്ടത്? അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അതൊരു ആഗ്രഹമാണ്. എലീഷ പ്രവാചകനുണ്ടല്ലോ, അടക്കിയതിന് ശേഷം ഒരു മൃതദേഹം എലീഷ പ്രവാചകൻ്റെ മൃതദേഹം അടക്കിയ കബറിടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ മൃതദേഹം അവിടെ തൊട്ടപ്പോൾ മൃതദേഹം ജീവൻ വെച്ചു. പവർ, അഭിഷേകം, സ്പിരിച്വാലിറ്റി, വിശുദ്ധി, ശുദ്ധത, ഇതൊക്കെ സ്വാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. വാരിക്കൊരി തരും. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. കിട്ടും. നല്ല അഭിഷേകമായിരിക്കും. ഇടയ്ക്ക് പ്രാർത്ഥിക്കണം, ഭർത്താവിനേക്കാളും കൂടുതൽ അഭിഷേകം എനിക്ക് വേണം, മക്കളെക്കാളും വേണം. കാരണം എന്താണെന്നറിയാവാ? സിബിയച്ചൻ സ്ട്രോങ് ആയാൽ മാത്രമേ സിബിയച്ചനെ ചാരി നിൽക്കുന്നവരെ എനിക്ക് താങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും കൂടി വീണു പോകും. ഭാര്യ സ്ട്രോങ് ആകണം. മക്കൾ ചാരുമ്പോഴുണ്ടല്ലോ, ഭാര്യ അമ്മ വീണു പോകരുത്. അപ്പം സ്ട്രോങ് ആയിരിക്കണം. മക്കൾ ചാരുമ്പോഴേ അപ്പൻ്റെ പാദം ഒന്ന് ഇടകാൻ പോലും പാടില്ല. നല്ല ഉറച്ചവിടെ നിൽക്കണം അഭിഷേകത്തിൽ. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞാലും അപ്പൻ്റെ ഓർമ്മകൾ, അപ്പൻ്റെ കബറിടം അവർക്ക് ജീവൻ നൽകാൻ തുടങ്ങും. അവരുടെ മന്ദഭക്തിയിൽ അവരെ തീഷ്ണത നൽകാൻ തുടങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് മുട്ടുകുത്തി നിൽക്കാവോ? മുട്ടുകുത്തിയിട്ട് യേശുവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, ഈ അച്ഛൻ പറയുന്ന ഈ ഒരു 2 മിനിറ്റ് നേരം സ്വയം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എൻ്റെ ദുഃഖങ്ങൾ മാറ്റി, ആന്തരിക മുറിവുകൾ മാറ്റി, അഭിഷേകത്തിലും കൃപയിലും എന്നെ നിറക്കണമേ, ശുദ്ധതയാൽ നിറക്കണമേ, വിശുദ്ധിയിൽ നിറക്കണമേ. എൻ്റെ കുടുംബത്തിൽ ഈശോയെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന സഖ്യവൂസ് ഞാനായി മാറട്ടെ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഈശോ ചോദിക്കുന്നതാണ്. നിനക്ക് വേണ്ടി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നല്ല, നിനക്ക് വേണ്ടി. അറിയാം, നീ വിശുദ്ധീകരിക്കപ്പെട്ട കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. നീ കത്താൻ തുടങ്ങിയ കൂടെ കത്തുന്നത് വീടായിരിക്കും. അവരെല്ലാവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാനായി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. നല്ല അഭിഷേകത്തോടെ പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിച്ച് കുറേ പ്രാർത്ഥിക്കുക, നിശബ്ദമായി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൻ്റെ തികവിൽ അതരം സംസാരിക്കട്ടെ. ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഓരോ കാര്യമില്ലേ, ശരിക്കും മൗനമായി പ്രാർത്ഥിച്ച് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. ശാന്തമാകട്ടെ. കൊടുങ്കാറ്റും തിരമാലയും അവസാനിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് ദൈവപുത്രനായിരുന്നു. ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത് ദൈവം തന്നെയായിരുന്നു. അവർ ആരാധിച്ചു. കൊടുങ്കാറ്റിലും തിരമാലകളിലും അവർക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല. നിശബ്ദതയുടെ ആഴങ്ങളിൽ
ശാന്തതയുടെ ആഴങ്ങളിൽ ഈശോയുടെ മഹത്വം ദർശിച്ചു. ഇന്ന് നിന്റെ ഉള്ളിലെ ആ നിശബ്ദത വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇന്ന് നിന്റെ ഉള്ളിലെ ആ വലിയ ശാന്തത വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ നന്ദി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നില്ലേ, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഇപ്പം എന്താണ്? അനർത്ഥകാലമുണ്ടാകും എല്ലാ മക്കൾക്കും. നിന്റെ കരങ്ങൾ ഉയരേണ്ടത് ഈ ലോകത്തിലെ വസ്തുക്കളിലേക്കല്ല, ഈ ലോകത്തിലെ സുഹൃത്ത് ബന്ധങ്ങളിലേക്കല്ല, ഈ ലോകത്തിലെ കൊട്ടക്കൊത്തളങ്ങളിലേക്കല്ല. നിന്റെ കരം ഉയരേണ്ടത് നിന്നെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ നേരെയാണ്. അവിടുന്ന് നിന്നെ മോചിപ്പിക്കും, നീ അവനെ മഹത്വപ്പെടുത്തും. വലിയ അഭിഷേകം ഉണ്ടാകട്ടെ, വലിയ ശക്തി. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും കർത്താവിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് ഉറപ്പിച്ചു വെച്ച്, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ വിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. എത്ര സുന്ദരമായൊരു വചനമാണ്. കർത്താവിനെ നമുക്ക് രുചിച്ചു മനസ്സിലാക്കാം. സിംഹക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നിന്റെ അന്വേഷണം കർത്താവിനെ മാത്രമാണെങ്കിൽ, എന്നെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു എന്ന് വചനം പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു. എന്നെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. അതായത് മനസ്സ് പതറരുത്, ഈ ലോകത്തിലേക്ക് മാറരുത്, ഈ ലോക സുഖങ്ങളിലേക്ക് വീഴരുത്. നമുക്കൊന്നുകൂടി ഗായകനോടൊപ്പം പാടാം, ഈ ലോകമോഹങ്ങളെക്കാൾ. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സിബിയച്ചൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഭക്തിയോടെ ഈശോയിലേക്ക് നോക്കി ഏറ്റു ചൊല്ലുക. ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യനാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാനും എന്റെ കുടുംബവും ആശ്രയിക്കുന്നു.
തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുമുറിവുകളിൽ നീ എനിക്ക് അഭയം നൽകണമേ. ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് പരിപൂർണ വിടുതൽ നീ എനിക്ക് നൽകണമേ. പാപക്കടങ്ങളിൽ നിന്നുള്ള വലിയ മാറ്റം നീ എനിക്ക് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ലവണ്ണം ഒന്ന് സ്തുതിച്ച്, സ്വാതന്ത്ര്യത്തോടെ സ്തുതിച്ച്, നാവിന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീണ് സ്തുതിക്കുന്നു. വലിയ അഭിഷേകത്തോടെ സ്തുതിക്കുന്നു, വലിയ ശക്തിയോടെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് നിന്നെ പുതുക്കി പണിയാൻ പോകുന്നു. ദൈവം ഇന്ന് നിന്റെ ഭവനത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ദൈവം നിന്റെ കുടുംബത്തിലേക്ക് അഭിഷേകം അയക്കാൻ പോവുകയാണ്. ഇതാ നിന്നെ വളഞ്ഞു കിടക്കുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ഈശോ നിന്നെ മോചിപ്പിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെ, പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും വരുന്ന തിന്മയുടെ ശക്തികളെ യേശുവിന്റെ തിരുരക്തത്താൽ വിടുതൽ നൽകുന്നു. ഒരൊറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ. കൈകളടിച്ച് പാട്ടുപാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. ശക്തിയോടെ കൈകളടിച്ച്, ശക്തിയോടെ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിട, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിട യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിട, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, ദൈവ കുഞ്ഞാടിനെ. കൈകൾ ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്ക്. യേശുവിന്റെ നാമം ഉയർത്തിയിടാം. എത്ര സ്തുതിച്ചാലും മതി വരാത്ത, എത്ര വിളിച്ചാലും മാധുര്യം കുറയാത്ത യേശുവിന്റെ നാമം. ഇതാ ഈശോ, ദൈവപുത്രൻ, എന്റെ മകൻ, എന്റെ ചേട്ടൻ, എന്റെ അപ്പച്ചൻ, എന്റെ സഹായകൻ, എന്റെ ബലിക്കല്ല്, എന്റെ രക്ഷാകവചം, എന്റെ ദൈവം. കൈകളടിച്ച് പാട്ടുപാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശുവേ, തിരുരക്തം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക്, സ്നേഹം നിറഞ്ഞവരെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 3 പേരെ ഈശോ അനുഗ്രഹിക്കുന്നു. മക്കളിലേക്ക് നിങ്ങൾ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടി ആ മക്കളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരട്ടെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, ദൈവ കുഞ്ഞാടിനെ, ആരിലുള്ളവരെ. പുകഴ്ത്തിയിട യേശുവിനെ ക്രൂശിലെ ജയാളിയെ
സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ ആന്തരിക മുറിവുകളിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അമ്മയുടെ ഗർഭപാത്രം മുതൽ ഈ നിമിഷം വരെ നീ ഏറ്റുവാങ്ങിയ ഓരോ മുറിവുകൾ. പ്രവാചകൻ പറയുന്നില്ലേ, എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെയും മുറിവാണ്. ഇത് ദൈവത്തിൻ്റെ സ്വരം തന്നെയാണ്. പ്രവാചകനിലൂടെ അരുൾ ചെയ്തത് ദൈവം തന്നെയാണ്. നിന്റെ മുറിവ് എൻ്റെയും മുറിവാണ്. നീ കരയുമ്പം കൂടെ കരയുന്ന ഒരു ദൈവമുണ്ട്. നീ വീഴുമ്പം വലതുകരം നീട്ടി നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക്. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ആ കൈകളിലേക്ക് പിടിക്കുക. ആ കൈകളിൽ നമ്മൾ ശക്തി പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ ഒരുപക്ഷെ അമ്മയോടാവാം, അമ്മായിയമ്മയോടാവാം, ജീവിത പങ്കാളിയോടാവാം, മക്കളോടാവാം, സഹോദരങ്ങളോടാവാം, അയൽവാസികളോടാവാം. വെറുപ്പിൻ്റെ മേഖല ഇങ്ങനെ കട്ടിപിടിച്ച് വരുന്നില്ലേ, അതൊക്കെ അങ്ങ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആകുലരാകുന്നത് നമ്മളെ മുറിവേൽപ്പിച്ചവരെയല്ലേ. നീ മുറിവേൽപ്പിച്ച വ്യക്തികളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നീ എത്ര പേര് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നില്ലേ? അമ്മയെ അപ്പനെ പോലും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഈശോയെ പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം മക്കളിലേക്ക് കടന്നു വരും. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളിൽ കുറേ പേര് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ കാണുന്നുണ്ടത്. എൻ്റെ അമ്മ ഇതാ രക്തത്തിൻ്റെ രക്തവും മജ്ജയുടെ മജ്ജയും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈശോയെ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ചവനാണ് ഞാൻ. എൻ്റെ ഈശോ എൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എൻ്റെ ഈശോ എൻ്റെ ആത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഞാൻ ജീവനുള്ള കൂദാശയാണ്. വലിയൊരു പ്രാർത്ഥന ഉള്ളിലേക്ക് വരട്ടെ. ഈശോ നിന്നെ അറിയുന്നുണ്ട്. ഈശോ നിന്നെ രക്ഷിക്കും. ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. വലിയൊരു അഭിഷേകത്തിൻ്റെ മേഖല, വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരട്ടെ. രണ്ട് കരങ്ങളും ശിരസ്സിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, രണ്ട് കരങ്ങളും എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ. പിശാചിൻ്റെ കുതന്ത്രങ്ങളെ നേരിടുവാൻ കർത്താവിൻ്റെ ആയുധങ്ങൾ ധരിക്കുവിൻ. എന്തെന്നാൽ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യുന്നത്. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇന്നിവിടെ ആയിരിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ കടന്നു വരട്ടെ. കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ. തിരുരക്ത അഭിഷേകം കിട്ടട്ടെ. തിരുരക്ത അഭിഷേകം നിറയട്ടെ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ, പഴയകാല പാപത്തിൻ്റെ ഓർമ്മകളാൽ വിങ്ങുന്നത്, പകയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മേഖലകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മേഖലകൾ, ഉള്ളിൽ കട്ടിയായി കിടക്കുന്ന ചില മുറിവിൻ്റെ നിരാശയുടെ മേഖലകൾ, നിസ്സഹായ അവസ്ഥകളെ സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാൽ ഇന്നിവിടെ ആയിരിക്കുന്ന മക്കളിലേക്ക് അഭിഷേകം അങ്ങ് അയക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, യൂദന്മാരുടെ രാജാവായ നസ്രയക്കാരനായ ഈശോയെ, ഈ മക്കളിൽ നിന്നുള്ള തിന്മയുടെ മേഖലകളും ഇവരുടെ കുടുംബത്തിനെതിരായി ഉയർന്നു വരുന്ന അന്ധകാര നാരകീയ പൈശാചിക ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുന്നു.
സാധിക്കുന്ന എല്ലാവരും കൈകൾ ഉയർത്തി മുട്ടുകുത്തി നല്ലവണ്ണം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. ആരാധന ആരാധന ആരാധന. വലിയൊരു അഭിഷേകം, വലിയൊരു തീക്കാറ്റ് നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. അണയുന്നു ഞാൻ തിരുമുൻപിലാ,